ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അപ്പൊ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്രിസ്മസ് കളക്ഷൻസ് ആണ് കാണിക്കുന്നത്. മീഷോയിൽ നിന്ന് മേടിച്ചിട്ടുള്ള എല്ലാവർക്കും മേടിക്കാൻ പറ്റിയ അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് നല്ല ഡ്രസ്സിന്റെ കളക്ഷൻസ് ആണ്. ക്രിസ്മസ് ഒക്കെ ഇങ്ങനെ അടുത്തില്ലേ, അപ്പം നമ്മുടെ ഡ്രസ് ഒക്കെ ആണെങ്കിൽ തന്നെ നമ്മൾ പകുതി ഓക്കെ ആയ ഒരു ഫീലാണ്. നമ്മൾ ഇടുന്ന ഡ്രസ്സിലാണ് നമ്മുടെ പകുതി കോൺഫിഡൻസ്. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഓരോ ഡ്രസ്സായിട്ട് കണ്ടു തുടങ്ങിയാലോ. ആദ്യം തന്നെ ഈ ഒരു ഡ്രസ്സാണ്. ഇതൊരു റെഡ് ഡ്രസ്സാണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോഴത്തേന് എല്ലാവർക്കും റെഡ് അല്ലെങ്കിൽ വൈറ്റ് ആയിരിക്കുമല്ലോ എപ്പോഴും ഓർമ്മയിൽ വരുന്നത്. അപ്പൊ നമുക്ക് ഈ റെഡ് ഡ്രസ്സ് തന്നെ കണ്ട് തുടങ്ങാം. ഇതിലെ പ്രിന്റ് വന്നിരിക്കുന്നത് ഒരു ഹേർട്ടിന്റെ പ്രിന്റാണ് വന്നിരിക്കുന്നത്. ഒരു ബ്ലാക്ക് കളറിലെ ഹേർട്ടിന്റെ പ്രിന്റാണ്. ഇത് പോകുന്ന ടൈപ്പ് പ്രിന്റ് ഒന്നും അല്ല. ഇത് നമുക്ക് ഒരു ട്രിപ്പ് ആണെങ്കിലും ഒരു ഓഫീസിലാണെങ്കിലോ കോളേജിലാണെങ്കിലോ ഒക്കെ നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഉടുപ്പ് മോഡലിലെ ഒരു ഡ്രസ്സാണിത്. ഞാൻ എടുത്തിരിക്കുന്നത് സ്മോൾ സൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ റേറ്റ് വന്നിട്ട് 350 ആ റേഞ്ചിലാണ് വന്നിരിക്കുന്നത്. ഞാൻ മേടിക്കുമ്പോൾ ആ റേഞ്ച് ആയിരുന്നു ഇതിന്. നമുക്ക് ചില സമയത്ത് അതിന്റെ കുറച്ച് കൂടുതലായിട്ടോ കുറച്ച് കുറവായിട്ടോ ഒക്കെ നമുക്ക് മീഷോയിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇതൊരു സ്ക്വയർ നെക്കാണ് വന്നിരിക്കുന്നത്. ഒരു പഫ് സ്ലീവ് ആണ്. ഇതിനൊരു പഫ് സ്ലീവ് ഉണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന സൈസ് എന്ന് പറഞ്ഞാൽ സ്മോൾ സൈസ് ആണ് എടുക്കുന്നത്. സ്മോൾ സൈസ് ആണെങ്കിൽ പോലും എനിക്ക് കുറച്ച് ലൂസായിട്ട് കുറച്ച് ഇത് ഷേപ്പ് ചെയ്യേണ്ടി വന്നു. നല്ല കംഫർട്ടായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. അപ്പൊ നമുക്ക് ഇത് ഇട്ട് ഞാൻ കാണിക്കാം ഇത്. ഓക്കെ, അടുത്ത ഡ്രസ്സ് ഇതൊരു മെറൂൺ ഡ്രസ്സാണ്. ഇതിന്റെ കൂടെ ഒരു ഓവർകോട്ട് ഉണ്ട്. അതൊരു വൈറ്റില് മെറൂൺ പ്രിന്റ് തന്നെ ഉള്ളൊരു ഓവർകോട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഈ വൈറ്റ് ആൻഡ് മെറൂൺ കോമ്പിനേഷൻ കണ്ടപ്പോഴത്തേക്കും ഞാൻ ക്രിസ്മസിന് ഉപയോഗിക്കാമെന്ന് വിചാരിച്ച് എടുത്തിട്ടുള്ളതാണ്. തുറന്നു കാണാം. ഇവിടുത്തെ ഈ പ്രിന്റ് ഇത് നല്ല ത്രെഡിൽ ചെയ്തിരിക്കുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ത്രെഡിൽ ചെയ്തിരിക്കുന്നതാണിത്. ഇത് നമുക്ക് ഓവർകോട്ട് ഇല്ലാതെ പോലും ഇങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ഇടാവുന്നതാണ്. ഇത് ഞാൻ സ്മോൾ സൈസ് ആണ് എടുത്തിരിക്കുന്നത്. ഇതിന് 300 സംതിങ് ആ റേഞ്ചിലാണ് റേറ്റ് വന്നിരിക്കുന്നത്. പിന്നെ ഇത് റയോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ എത്ര തേച്ചിട്ടാലും ഇതൊരു ചുളുങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ തേച്ചിട്ട് പോലും അതിങ്ങനെ ആ ഒരു ചുളുങ്ങിയിരിക്കുന്ന ഒരു ടൈപ്പിലാണ്. പക്ഷേ ഇടാനൊക്കെ കംഫർട്ടാണ്. നമുക്ക് ഒട്ടും ചൂടെടുക്കത്തുമില്ല. ഇതിന്റെ ഓവർകോട്ടില് കയ്യിലെ എൻഡില് ഇതുപോലൊരു രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ടിൽ ഞാനൊരു കെട്ട് ഞാൻ കൊടുത്തിട്ടുള്ളതാണ്. നമ്മൾ കെട്ടി വെക്കുവാണെങ്കിൽ അത് അങ്ങനെ തന്നെ ഇരുന്നോളൂല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ്. ഇങ്ങനെ ഒരു കെട്ട് ഞാൻ പിടിപ്പിച്ചതാണ് ഇതിന്. അപ്പം ഇങ്ങനെ കെട്ടില്ലെങ്കിലും നമുക്ക് ഇത് ഇടാവുന്നതാണ്. ഈ ഓവർകോട്ട് ഇല്ലെങ്കിൽ പോലും ഇത് തന്നെയാണെങ്കിലും നമുക്ക് നന്നായിട്ട് ഇത് ഇട്ടുകൊണ്ട് നടക്കാൻ ഒരു കുഴപ്പമില്ല ഇത്. ഓക്കെ, അടുത്ത ഡ്രസ്സ് ഒരു ജീൻസിന്റെ കൂടെയോ സ്കേർട്ടിന്റെ ഒക്കെ കൂടെയോ പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ഈ ഒരു നെക്ക് കണ്ടോ, ഇതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. കൈ ഇതുപോലെ ചുരുക്കി ചെയ്തിരിക്കുന്ന ഒരു സ്ലീവ്ലെസ് കൈയാണ്. ക്രിസ്മസിന് നമുക്ക് റെഡും വൈറ്റും ഒക്കെ ഇട്ട് മടുത്തവർക്ക് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഒരു കളറായ ഗ്രീൻ നമുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഒരു വെറൈറ്റി ആയിരിക്കും. ഈ ഗ്രീൻ ഇട്ടൊരു റെഡ് ക്യാപ്പൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേനും ഒരു ക്രിസ്മസ് മൂഡ് തന്നെ വന്നോളും. അപ്പം ഇത് നല്ല ഇതിൻ്റെ കഴുത്തൊക്കെ ആണെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ഉള്ളൊരു കഴുത്താണ്. ഇതൊരു കോട്ടൺ മിക്സ് മെറ്റീരിയലാണ് ഇതിന് വന്നിരിക്കുന്നത്. നമുക്കൊരു ട്രിപ്പൊക്കെ പോകുമ്പോഴത്തേനാണെങ്കിലും നല്ല കംഫർട്ടായിട്ട് ഇത് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ്. ഈ ഒരു കോളർ കണ്ടോ, ഇത് ഇപ്പം ഈ ഒരു കോളർ ഇപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക ഒരു ക്രേസ് ആയിട്ടിരിക്കുകയാണ് ഈ ഒരു കോളർ എന്ന് പറയുന്നത്. ഇതുപോലത്തെ ഡ്രസ്സ് എവിടെ കണ്ടാലും ഈ ഒരു കോളറിൻ്റെ ഈ ഒരു ഡ്രസ്സ് എവിടെ കണ്ടാലും ഞാൻ മേടിക്കും. അപ്പം ഈ ഒരു കോളറിനോട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഇതുപോലത്തെ കോളർ ഇട്ടുകൊണ്ട് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതൊക്കെ ഇട്ടിട്ടുള്ള വീഡിയോസ് ഞാൻ സൈഡിൽ കാണിക്കാം കേട്ടോ. അടുത്തൊരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് ഈ ഒരു ഡ്രസ്സാണ്.
ഇതൊരു ഫ്രോക്ക് മോഡലാണ്. കൈ ഒരു പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത്. ഈ ഒരു ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ റേറ്റ് കൊടുത്ത് മേടിച്ചിട്ടുള്ളൊരു 650 ആയിട്ടുണ്ട്. ഇതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ഭംഗി ഉണ്ട് തന്നെ കേട്ടോ. ഇതിൻ്റെ കോളർ കണ്ടോ, ഇവിടെ റോസ് ഫ്ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. റെഡ് ഫ്ലവർ ആയിരുന്നെങ്കിൽ ക്രിസ്മസിന് ഒന്നുകൂടി പറ്റുമെന്നായിരുന്നു എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. ഇവിടെ ചുരുക്കി ആണ് ഇവിടെ തയ്ച്ചിരിക്കുന്നത്. ഇത് അറ്റത്തൊരു ഫ്രില്ല് മോഡല്, താഴെ വരുമ്പോഴത്തേന് ഫ്രില്ല് മോഡലാണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഭംഗിയാണിത് കാണാൻ വേണ്ടിയിട്ട് തന്നെ. ഈ ഒരു കോമ്പിനേഷനിൽ വരുമ്പോഴത്തേന് വെള്ളയിൽ റോസും ലാവൻഡർ കളറും പൂക്കളും ഒക്കെ ആകുമ്പോഴത്തേക്കിന് നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണിത്. ക്രിസ്മസിന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് തോന്നുന്നത് ഈ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത്. ഇത് ഞാൻ സ്മോൾ സൈസ് ആണ് എടുത്തിരിക്കുന്നത്. സ്മോൾ സൈസ് ആയിട്ടും എനിക്കൊരു കുറച്ചൊന്ന് ഷേപ്പ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇത് സോഫ്റ്റ് കോട്ടൺ ആണ് വന്നിരിക്കുന്നത്. ഇടാൻ നല്ല കംഫർട്ടാണിത്. നമുക്ക് അധികം ഡെയിലി യൂസിന് ഇത് പറ്റില്ല എന്ന് തോന്നുന്നു. അതുപോലെ നല്ല ഭയങ്കര സോഫ്റ്റ് കോട്ടൺ ആണ്. കഴിയുമ്പോഴത്തേനും ഒരു ഇച്ചിരി എന്താ പറയുന്നത്, ഒരു ചുളുങ്ങി വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പം ഇതും ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ ക്രിസ്മസ് കളക്ഷൻസ് ഒക്കെ കണ്ടല്ലോ. എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മീഷോ നമുക്ക് അഫോർഡബിൾ ആയിട്ട് മേടിക്കാൻ പറ്റുന്ന, ഏതൊരു സാധാരണക്കാരനും മേടിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ്. നമ്മൾ നോക്കി സെലക്ട് ചെയ്തെടുക്കണമെന്ന് മാത്രം. വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇതുവരെ മീഷോയിൽ നിന്ന് മേടിച്ച ഡ്രസ്സിന് ഇതുവരെയും വന്നിട്ടില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഓക്കെ, ബൈ.